അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രസവം എളുപ്പമാകുന്നതിന് വേണ്ടി പ്രയാസമില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, അപകടങ്ങളില്ലാതെ, വേദനയില്ലാത്ത വിധം പ്രസവം നടക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കണ്ണിയാല മൗല റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നൽകിയ ഒരു അത്ഭുത നിധിയാണ് നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. ബഹുമാനപ്പെട്ട കണ്ണിയാല മൗല റളിയല്ലാഹു അൻഹു അദ്ദേഹം നമ്മോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഗർഭിണിയായ സ്ത്രീകൾ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ വളരെ സുഖമായ നിലയിൽ റാഹത്തോടുകൂടി ഓപ്പറേഷനില്ലാതെ, പ്രതിസന്ധികളില്ലാത്ത വിധം പ്രസവം നടക്കുമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി തങ്ങളവറുകൾ വലിയ മശായിഖും കുതുബുമാണ്. അദ്ദേഹം ദ്വീപിൽ ജീവിച്ചിരുന്ന മഹാനവറുകളാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ദിവസം അദ്ദേഹവും കൂട്ടുകാരും നടന്നു പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ വലിയ ആൾക്കൂട്ടവും ശബ്ദവും കേട്ട് മഹാനവറുകൾ ചോദിച്ചു, എന്താണ് അവിടെ? ഇത് കേട്ട് ആളുകൾ പറഞ്ഞു, അവിടെ ഒരു സ്ത്രീക്ക് പ്രസവവേദന അനുഭവപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ മഹാനവറുകൾ നമ്മുടെ നാട്ടിൽ ഇനി അത് വേണ്ട എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം ആ ദ്വീപിലുള്ള ഒരാൾക്കും പ്രസവവേദന ഉണ്ടാവാറില്ല എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു ദിവസം നടന്നു പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ കൊമ്പിൽ നിന്നും ഒരു കാക്ക അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിലേക്ക് കാഷ്ടിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി കാക്ക നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല. അതിനുശേഷം അവിടെ ഇത്രയും കാലവും അവിടെ കാക്കകൾ ഉണ്ടായിട്ടില്ല എന്നാണ്. വലിയ മഹത്വമുള്ള ഒരു മഹാനവറുകളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന ഇത് 100% ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് ഇത് ഫലം ലഭിക്കും. ധാരാളം ആളുകൾ ഇതുകൊണ്ട് അനുഭവസ്ഥരായ ആളുകളുമുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ഇത് പ്രാവർത്തികമാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ആവശ്യമുള്ള സഹോദരിമാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഗുണം എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ. ഇത് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കണ്ണിയാല മൗല റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നത്, ആദ്യമായി ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഒരു ഫാത്തിഹ ഓതുക. അതിനുശേഷം വ ഇലാ ഹളറത്തി മുഹമ്മദ് ഖാസിം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് മറ്റൊരു ഫാത്തിഹയും, വ ഇലാ ഹളറത്തി മുഹമ്മദ് സ്വാലിഹ് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് മൂന്നാമതൊരു ഫാത്തിഹയും ഓതുവാനാണ്. അന്ന് ബഹുമാനപ്പെട്ട കണ്ണിയാല മൗല റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ മഹാനവറുകൾ നമ്മോടൊപ്പമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഗുണം പൂർണ്ണമായി ലഭിക്കാൻ അതിനുശേഷം വ ഇലാ ഹളറത്തി കണ്ണിയാല മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫാത്തിഹ എന്നൊരു ഫാത്തിഹ കൂടി ചേർത്തി കൊടുത്ത് ഈ 4 ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, എൻ്റെ പ്രസവം നീ പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിലാക്കി തരണേ നാഥ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ചെയ്താൽ യാതൊരു പ്രയാസവുമില്ലാതെ, ഓപ്പറേഷൻ ഇല്ലാതെ, സിസേറിയൻ ഇല്ലാതെ പ്രസവം നടക്കും. യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർക്ക്
ഈ മഹാന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അറിവ് വളരെ അത്ഭുതമായ ഒരറിവാണ്. ഇത് ഒരാളും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.